والغمام قد أظلت والملا سله عليك. مرحبا يا نور عيني، مرحبا جد الحسين، مرحبا أهلا وسهلا، مرحبا يا خير داري. وأتاك العود يبكي وتذلل بين يديك، واستجارك يا حبيبي عندك الظبي النفور. مرحبا يا نور عيني، مرحبا جد الحسين، مرحبا أهلا وسهلا، مرحبا يا خير داري. حينما شد المعامل وتنادوا للرحيل، جئتهم والدمع سائل قلت قف لي يا دليل. مرحبا يا نور عيني، مرحبا جد الحسين، مرحبا أهلا وسهلا، مرحبا يا خير داري. ومن لي رسائل أيها الشوق الجزيل، نوى تلك المنازل في العشايا والبكور. مرحبا يا نور عيني، مرحبا جد الحسين، مرحبا أهلا وسهلا، مرحبا يا خير داري. كل من في الكون هام فيك يا باقي الجميل، ولهم فيك غرام واشتياق وهنين. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. بإيمانك الأنام قد تمدت عائرين، أنت للرسل ختام، أنت للمولى شكور. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. عبدك المسكين يرجو فضلك الجم الغفير، فيك قد أحسنت ظني يا بشير يا نذير. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. فأغثني وأجرني يا مجير من السعير، يا غياثي يا ملاذي في ملمات الأمور. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. ليس أزكى منك غسلا قط يا جد الحسين، فعليك الله صلى دائما طول الدهور. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. هذا عبد قد تملى فانجلى عنه الهموم، فيك يا بدر تدلى فلك الوصف الحسين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. يا ولي الحسنات يا رفيع الدرجات، صلى الله على محمد صلى الله عليه وسلم. كفرا عني ذنوبي واغفرا
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലിമുൽ സിരി വഅഗ്ഫർ മുസ്തജീബ ദഅവാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പവിത്രമായ ഒരു ദിവസത്തിൽ വളരെ നല്ലൊരു മജ്‌ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നബിയുടെ മീലാദിന്റെ ദിവസമാണ്. വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ തെരുവീതികളിലൂടെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദൂഹുകൾ അണമുറിയാതെ പാടിയും പറഞ്ഞൊക്കെ പോകുന്നൊരു സമയമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു ഖദാ എന്നോണം ഇന്ന് ഈ രൂപത്തിലെങ്കിലും നമ്മൾ വിചാരിച്ചു ആരും പേടിച്ചു വരില്ല എന്ന് പലരും വിചാരിച്ച സ്ഥലത്താണ് നമ്മുടെ നാട്ടിലെയുള്ള ഏകദേശം ആളുകളൊക്കെ ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം നമ്മളൊരു മുൾമുനയിലാണ്. സംഗതി നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തെറ്റായൊരു നിയമമാണെങ്കിലും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയത്തും അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഇവിടെ കുട്ടികളും വലിയവരും എല്ലാവരും ഒരുമിച്ച് കൂടി എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനൊരു സ്ഥാനമുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് വല്ലാത്തൊരു മഹബത്ത് ഉണ്ട് എന്ന് ഈ സദസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാവട്ടെ. അത് ഖൽബിൽ അല്ലാഹു നിറച്ചു തരുമാറാവട്ടെ. അത് അധികരിപ്പിച്ച് തരുമാറാവട്ടെ. അല്ലാഹു അതുകൊണ്ട് നാളെ പരലോകത്തും ഈ ദുനിയാവിലും അല്ലാഹു തആല നമുക്ക് ഉപകാരം നൽകുമാറാവട്ടെ. സമയം കൂട്ടിക്കൊണ്ടുപോകില്ല. നമ്മൾ ിലേക്ക് പ്രവേശിക്കുകയാണ്. പറഞ്ഞു വരുന്നത് നമ്മളെ കുട്ടികളെ ഒരു യൂട്യൂബ് ലൈവായിട്ടുള്ള ഒരു പരിപാടി, നമ്മുടെ സദസ്സൊന്നുമില്ല, കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞ ഉസ്താദന്മാരും ആ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ടാവുള്ളൂ. കുട്ടികളെ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടുന്ന് കുട്ടികളെ അവതരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ ഉടനെ അത് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ രക്ഷിതാക്കൾക്ക് വീട്ടിലുള്ള ഉമ്മമാരൊക്കെ ഏറ്റവും കൊതിക്കുന്ന ഒരു സംഗതിയാണ് കുട്ടികളെ പരിപാടി കാണുക. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് നമ്മൾ നമ്മളെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഈ നമ്മൾ ഈ സദസ്സിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം, ഒരു ചെറിയൊരു ചടങ്ങ് ഇൻഷാ അല്ലാഹ് അവിടെ നടക്കും. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കും. ഇന്ന് നമുക്ക് ഇവിടെ ഈ ഒരുമിച്ച് കൂടലിൽ ഇന്ന് 12ന്റെ ദിവസമാണ്. പക്ഷെ നമ്മൾ നാളെയാണ് അന്നദാനം കൊടുക്കുന്നത്. നാളെ കൃത്യം 9 മണിക്ക് അന്നദാനം ആരംഭിക്കും. ഇതുപോലെ നാളെ ഇവിടെ നമുക്കൊരു മൗലിദ് സംഘടിപ്പിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൽ രക്ഷിതാക്കളൊക്കെ പങ്കെടുക്കും, കുട്ടികൾ വരേണ്ടതില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളൊക്കെ ആ മൗലിദിൽ പങ്കെടുക്കുക. എന്നിട്ട് അന്നദാനം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അവിടെ പിരിഞ്ഞു പോവാം. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഇന്ന് നമുക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ട്രഷറർ വയഹാജിയുടെ വകയാണ് ഇന്നത്തെ നമ്മുടെ ഈ സദസ്സിലുള്ളവർക്കുള്ള നമ്മുടെ ആചാര്യ ബാബു ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നമ്മുടെ ഈ മജ്‌ലിസിൽ ഈ 12ന്റെ അന്ന്, ഈ മഹത്വത്തിന്റെ ദിവസത്തിന്റെ അന്ന് ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ നാളത്തെ അന്നദാനത്തിന് അരി സംഭാവന ചെയ്തവരുണ്ട്. അരി എല്ലാ വർഷവും അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നമ്മുടെ പോത്ത്, നമ്മൾ ബീഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് 6 ഓഹരിയായിട്ട്, 5 ഓഹരിയാണ്. ഒരു ഓഹരി 2 പേര് ഷെയർ
അത് ഏറ്റെടുത്തവരുണ്ട്. പിന്നെ ആയിരക്കണക്കിന് രൂപകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രതിസന്ധിയുടെ ഒരു കാലത്താണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും അവർ ചെയ്ത എല്ലാ നാണയത്തുട്ടുകൾ, അവർക്ക് കഴിയുന്ന രൂപത്തിൽ അവർ ചെയ്ത എല്ലാ സ്വതക്കകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബിന്റെ മുത്ത് ഹബീബിന്റെ ജന്മദിനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം അതിന് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ ജോലിയിൽ എല്ലാത്തിനും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ സദസ്സുകളിലൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സദസ്സുകൾ ധാരാളം നടക്കാറുണ്ട് പല രൂപത്തിൽ. അതിലൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അത് മാത്രമേ അവരോട് തിരിച്ച് നമുക്ക് പറയാനുള്ളൂ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി, നമ്മുടെ മദ്രസയെ സ്നേഹിച്ച, നമ്മുടെ ഈ പരിപാടികളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു അതൊക്കെ കബൂലിയത്ത് ചെയ്താൽ അവർക്ക് ദുനിയാവിൽ മാത്രത്തിന് ഒരു നേട്ടമായി മാറും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് എല്ലാവരും സ്വതകൾ ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നന്ദിക്ക് കൊണ്ടുപോകില്ല. നമ്മളെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അവസാനമാണ് ദുആ ചെയ്യാൻ പോലെ നമ്മുടെ പരിപാടി സ്വാഗതം പറയാൻ വേണ്ടി നമ്മുടെ മൻസൂർ സാഹിബിനെ ക്ഷണിക്കാം. ലോകം കോവിഡ് പകർച്ചവ്യാധി പടർന്നു പിടിച്ച് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ ഒട്ടുമടക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് ഈ മാറാവ്യാധി പിടിപെട്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷോപലക്ഷം ആളുകൾ ഈ അസുഖം കാരണം മരിച്ചു വീഴുന്ന ഒരു വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ലോകം നിലകൊള്ളുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ലോകത്ത് മുഴുവനും അടച്ചുപൂട്ടപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാധാരണ റബീഉൽ അവ്വൽ മാസം ആഗതമായ നമ്മുടെ നാട് ഉൾപ്പെടെ ഉള്ള മുഴുവൻ നാടുകളിലും പ്രവാചക സ്നേഹികളായ ആളുകളൊക്കെ മദ്രസകളിലും മഹല്ലുകളിലും പള്ളികളിലുമൊക്കെ പ്രവാചക പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ മദ്രസയിൽ തന്നെ മറ്റു നാടുകളെയൊക്കെ അപേക്ഷിച്ച്, പരിസരത്തുള്ള മറ്റു മദ്രസ കമ്മിറ്റികളെയൊക്കെ അപേക്ഷിച്ച് വളരെ വിപുലമായ നബിദിനാഘോഷ പരിപാടിയാണ് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി സംഘടിപ്പിക്കാറുള്ളത്. ഈ വർഷം ഇങ്ങനെയൊരു സാഹചര്യം കാരണം ലോകം മുഴുവനും അടച്ചുപൂട്ടപ്പെട്ട ഒരു സാഹചര്യം. നമുക്കറിയാം, നമ്മുടെ മദ്രസ നിലനിൽക്കുന്ന ഈ വാർഡ് ഉൾപ്പെടെ കണ്ടെയ്ൻമെന്റ് സോണിലാണ്. ഒരുപാട് നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി മാത്രം പരിപാടി നടത്താൻ അനുമതിയുള്ള ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. സാധാരണ വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. മാസം തുറന്നു കഴിഞ്ഞാൽ പതാക ഉയർത്തലോടുകൂടി ആരംഭിച്ച് 12-ന് അന്ന് ഈ സമയത്തൊക്കെ നമ്മൾ ഘോഷയാത്ര നടക്കേണ്ട സമയമാണ്. ഈ നാടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രവാചക പ്രകീർത്തനങ്ങളുമായി പ്രവാചക സന്ദേശ ജാഥ നമ്മുടെ മഹല്ലിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തേണ്ട സമയത്താണ് ഇങ്ങനെ
ഈ ഹാളിനുള്ളിൽ വളരെ ചുരുങ്ങിയ സദസ്സിൽ വളരെ നേരത്തെ പറഞ്ഞ പോലെ നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി മാത്രം നടത്താൻ വിധിക്കപ്പെട്ടത്. മറ്റു മാനേജ്മെന്റ് കമ്മിറ്റികളൊക്കെ ഈ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്നപ്പോഴും നമ്മുടെ കമ്മിറ്റി എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടികൾ എങ്ങനെയൊക്കെ നടത്താൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ നടത്താൻ തീരുമാനിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമ്മുടെ ഉസ്താദുമാർ നൽകുകയും അതിൻ്റെയൊക്കെ ഭാഗമായി റബീഉൽ അവ്വൽ 1 തന്നെ നമ്മുടെ മദ്രസയിൽ നമ്മുടെയൊക്കെ ആദരണീയനായ ഉസ്താദ് സദർ ഉസ്താദ് പതാക ഉയർത്തി അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ നിബന്ധനകൾക്കും വിധേയമായി കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ച് എല്ലാ ദിവസവും രാവിലെ മൗലൂദ് പാരായണ സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ പ്രോട്ടോകോൾ പ്രകാരമുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് വലിയ പരസ്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങളോ ചെയ്യാതിരുന്നതാണ്. അങ്ങനെ ഇന്ന് ഈ സദസ്സ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് സാധാരണ ഘോഷയാത്ര ഉണ്ടാവും, സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും. അതൊഴിച്ച് ബാക്കി നമുക്ക് ഈ കോവിഡ് കാലത്ത് നടത്താൻ സാധിക്കുന്ന മുഴുവൻ പരിപാടി നടത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മഹല്ലിലെ മുഴുവൻ വീടുകളിലേക്ക് അന്നദാനം നടത്തുക എന്നുള്ളത് നമ്മളിവിടെ നാളെ ചെയ്യുകയാണ്. നമ്മുടെ മഹല്ലിൽ തന്നെ മറുവിഭാഗം ഇന്ന് അന്നദാന പരിപാടി നടത്തുന്നു എന്നുള്ളത് കൊണ്ട് പുണ്യപ്രവാചകന്റെ പേരിലുള്ള ഈ ഫുഡ് വിതരണം ചെയ്യുന്നത് ഒരിക്കലും വേസ്റ്റ് ആയി കൂടാ എന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ കമ്മിറ്റിക്കുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം നാളെ ആ ചടങ്ങ് ആ പരിപാടി നടത്താൻ തീരുമാനിക്കുകയാണ്. ഈ പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, ഇതിലേക്ക് സംഭാവന തന്ന ആളുകളെ പറ്റി പറഞ്ഞു. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ പരിപാടി ഇത്ര ചെറിയ രീതിയിൽ നമ്മൾ വീടുകളിലേക്ക് പിരിവെടുക്കാൻ പോലും പോവേണ്ടതില്ല എന്നായിരുന്നു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചതെങ്കിലും ആളുകളുടെ പ്രവാചക സ്നേഹം കാരണം പിരിവിന് വരാത്തത് പരാതിയായി പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ആളുകൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിലേക്ക് വലിയ വലിയ സംഭാവനകൾ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പോത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ 5-6 സഹോദരന്മാർ ഏറ്റെടുത്ത് ആ പോത്ത് നമുക്ക് തന്നു. അതുപോലെ അരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് അരി മുഴുവനും എത്രയും വേണ്ടതെന്ന് വെച്ചാൽ അത് മുഴുവനും നമുക്ക് തരാൻ അദ്ദേഹം തയ്യാറായി. അതുപോലെ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് ഒരു വിലയിരുത്തൽ നടത്തിയപ്പോൾ ഒരു വെറൈറ്റി, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഫുഡിന് അന്നദാനത്തിന് ഒരു പ്രത്യേകത വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആദരണീയനായ ട്രഷറർ കോയാജിയുടെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹൈദരാബാദ് ബിരിയാണി ആയിരിക്കണം നമ്മുടെ ഈ പ്രാവശ്യം കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അതിന് വരുന്ന വലിയ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ അരിയിൽ വരുന്ന വ്യത്യാസം അത് ആ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഏത് അരിയാണെങ്കിലും ഏത് ഭക്ഷണം കൊടുക്കാനുള്ള അരിയാണെങ്കിലും തരാൻ തയ്യാറാണ്. അങ്ങനെ എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായിട്ടുള്ള വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു അരി സ്പോൺസർഷിപ്പ്, പോത്ത് സ്പോൺസർഷിപ്പ്, പിന്നെ ആ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചു ചോദിച്ച് അന്നദാനത്തിലേക്ക് പങ്കെടുക്കാൻ ഇനി എന്താ ഉള്ളത്? അപ്പോ ഒന്നും ഇല്ല, ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. കവറും പന്തലും അറവുകൂലി അല്ലെങ്കിൽ മസാല മറ്റൊരു സഹോദരൻ ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് നടത്തുന്ന ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ഇതിന്റെ റെന്റും അതുപോലെ തന്നെ ഈ പാക്കിംഗ് ചാർജും അതുപോലെ ഈ കുക്കിംഗ് ചാർജും ഒക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇനി ആ അന്നദാനത്തിന് വേണ്ട മുഴുവൻ ചെലവും എത്രയാണെന്ന് പറഞ്ഞാൽ മതി, അത് മുഴുവനും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ഒരു സുഹൃത്ത്, ആളെ പേര് പറയണ്ടെന്ന് പറഞ്ഞു, ഒരു സുഹൃത്ത് വിളിച്ചെന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി. അങ്ങനെ
ഈ പരിപാടിക്ക് വേണ്ട മുഴുവൻ സ്പോൺസർഷിപ്പും ഏറ്റെടുത്ത നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കള്, പ്രവാസി സുഹൃത്തുക്കള്, ബിസിനസ്മാൻമാർ, അതുപോലെ പല ആളുകളുണ്ട്. അവരൊക്കെ പല ഉദ്ദേശങ്ങളും വെച്ചിട്ടാണ് ഈ മഹത്തായ പരിപാടിയിലേക്ക് സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ നമുക്ക് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഈ സദസ്സിൽ എന്നല്ല, ഇവിടെ നടക്കുന്ന മുഴുവൻ സദസ്സിലും അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സദസ്സിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കറിയാം 30 വർഷത്തോളം മിഫ്താഹുൽ ഉലൂം മദ്രസയുടെ അമരക്കാരനായി ഈ സ്ഥാപനത്തിന് നെടുന്തൂണായി പ്രവർത്തിച്ച് സ്ഥാപനത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും സ്ഥാപനത്തിന് തളരാതെ നേതൃത്വം നൽകിയ നമ്മുടെയൊക്കെ ആദരണീയനായ നേതാവ് ചെമ്പൻ അബൂബക്കർ ഹാജി നമ്മോട് വിട പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന ആദ്യത്തെ നബിദിനാഘോഷ പരിപാടിയാണ്. ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദരണീയനായ അബൂബക്കർ ഹാജിയെ സ്മരിക്കാതെ, അവരെ ഓർക്കാതെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അബൂബക്കർ ഹാജി ജീവിതകാലത്ത് നമ്മുടെ സ്ഥാപനത്തിന് ചെയ്ത സേവനങ്ങൾ നമുക്കറിയാം. അല്ലാഹു അദ്ദേഹം ചെയ്ത സേവനങ്ങൾ മുഴുവൻ ഖബറിലേക്ക് ഒരു സ്വാലിഹായ അമലായി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിതകാലത്ത് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ മക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ കുഞ്ഞർമാക്ക, അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞ വെട്ടിയാട്ടിൽ മുഹമ്മദാക്ക, അതുപോലെ അബൂബക്കർ ഹാജിയുടെ പ്രിയപ്പെട്ട ഭാര്യ, അങ്ങനെ കുറെ ആളുകൾ ഈ അടുത്ത കാലങ്ങളിൽ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഈ സദസ്സിൽ, തുറന്നുള്ള സദസ്സുകളിലും ഒക്കെ ദുആ ഉണ്ടായിരിക്കും. അതുപോലെ നാളെ ഇതുപോലെ ഇവിടെ വെച്ച് സദസ്സിൽ ഇതുപോലെ ഒരു മൗലിദ് പരിപാടി ഉണ്ടാകുമെന്ന് ഉസ്താദ് അറിയിച്ചു. വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല, രക്ഷിതാക്കൾ മാത്രം വന്നാൽ മതി. പിന്നെ അന്നദാനം എല്ലാ വീടുകളിലേക്കും എത്തും. അതുപോലെ തന്നെ നാളെ നമുക്ക് നമ്മുടെ മഹല്ലിലെ ഖബർസ്ഥാനിൽ ഒരു സിയാറത്ത് ചെയ്യണം എന്നുണ്ട്. അത് ഉസ്താദ് അറിയിക്കും. ആദ്യം ഖബർ സിയാറത്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടാണെങ്കിൽ സിയാറത്ത്. നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക്, മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് നമ്മളെ പരിപാടികൾ സാധാരണ തുടങ്ങലോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യാറ്. അതും നാളെ നടക്കും. അതുപോലെ മദ്രസ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ഓഫീസ് നിർമ്മിച്ചിട്ടുണ്ട്. ആ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാളെ മഹല്ല ഖത്തീബ് തോഹദാരി നിർവഹിക്കും. അദ്ദേഹമായിരിക്കും നാളെ നമുക്ക് ഇവിടെ മൗലൂദിന് നേതൃത്വം നൽകുക. ഇനിയും ധാരാളം മദ്രസയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഈ മദ്രസന്റെ ഫ്ലോർ സിമെന്റ് ഇട്ട തറയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് നേരത്തെ കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു ഇതൊക്കെ ഒന്ന് മാർബിൾ ആക്കണം. അപ്പോൾ മദ്രസ പെട്ടെന്ന് തുടങ്ങാത്തത് കാരണമാണ് മുകളിൽ ഒരുപാട് വർക്കും, ഓഫീസിന്റെ വർക്കും, ഉസ്താദുമാരുടെ റൂമിന്റെ വർക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കാനുള്ളത് കൊണ്ട് തൽക്കാലം അതിന്റെ വർക്കുകൾ ഇങ്ങനെ നടത്തിയെന്ന് മാത്രം. അപ്പോൾ മദ്രസ അടുത്ത് തുറക്കും എന്നായിരുന്നു. ആ തുറക്കുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലോറൊക്കെ ഒന്ന് മാറ്റണം. അതിനുവേണ്ടി കുറെ ആളുകൾ വലിയ സംഭാവനകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ആളുകളുടെ സംഭാവന അതിലേക്ക് ആവശ്യമുണ്ട്. കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് മുകളിലൊക്കെ ചെലവായിട്ടുണ്ട്. മദ്രസന്റെ ഓഫീസ് ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്, മദ്രസന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ അത് ആവശ്യം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് പൈസ ചെലവാക്കിയിട്ടെങ്കിലും അതിന്റെ ഒരു നിർമ്മാണം നമ്മൾ നടത്തിയിട്ടുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ആ ഉദ്ഘാടനത്തിൽ ഈ പറഞ്ഞ പരിപാടികളിലുമൊക്കെ എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ മദ്രസക്ക് ധാരാളം സംഭാവന തരുന്ന ഒരുപാട് ആളുകളുണ്ട്. വലിയ വലിയ സംഭാവനകൾ നബിദിനത്തിന് മാത്രമല്ല, ഇവിടെ എന്ത് പരിപാടിയുണ്ട്, എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായ പല പ്രവാസികളും, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളും നാട്ടിലുള്ള ആളുകളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ബിസിനസ്സിൽ, ഗൾഫിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്ന് മദ്രസക്ക് ഫ്രീ ഷെയർ തന്ന ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ബിസിനസ്സിൽ, അവരുടെയൊക്കെ ജോലിയിൽ, അവരുടെയൊക്കെ മറ്റു മാർഗങ്ങളിലും ഒക്കെ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടും അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വേണ്ടിയിട്ടും ഇവിടെ ദുആ ഉണ്ടായിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദീർഘിച്ചു പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ
എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ്. ഇതുപോലത്തെ ഒരു സദസ്സിൽ അല്പം ഈ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിയൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്ര നീട്ടി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ സുലൈമാൻ സാഹിബാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെയൊക്കെ ആദരണീയനായ അബ്ദുൽ ജലീൽ വഹബി ഉസ്താദാണ്. ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഉസ്താദുമാരെയും കാരണവന്മാരെയും സുഹൃത്തുക്കളെയും വിദ്യാർത്ഥിനികളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഏകദേശം 30 വർഷങ്ങൾ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മരണപ്പെട്ടു പോയ ചെമ്പൻ അബൂബക്കർ ഹാജിയോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്ന് ചെമ്പൻ അബൂബക്കർ ഹാജി ഇല്ലാത്ത ഒരു ദിനം ആദ്യമായിട്ട് നമ്മൾ സംഘടിപ്പിക്കണം. അദ്ദേഹം 30 വർഷത്തോളം അധ്യക്ഷ സ്ഥാനം വഹിച്ച ആ സ്ഥാനത്താണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എണീറ്റ് നിൽക്കുന്നത്. പ്രിയങ്കരനായ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ജലീൽ വഹബിയെ ആദരപൂർവ്വം ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതിനോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى. സമാദരണീയരായ ഉസ്താദുമാരെ, അഭിവന്യരായ യോഗാധ്യക്ഷ വർക്കിംഗ് പ്രസിഡന്റ് സുലൈമാൻ സാഹിബ് അവരുടെ, മറ്റു കാരണവന്മാരെ, നേതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അത്യപൂർവമായ ഒരു വേദിയിലാണ് നാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് അവൻ്റെ പ്രവാചക പ്രഭുവിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതുവഴി ഇഹലോകത്തും പരലോകത്തും ലഭിക്കാവുന്ന എല്ലാ നന്മകളും നൽകി നാം എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സുദീർഘമായി സംസാരിക്കേണ്ട അവസരമല്ല. പ്രത്യേകിച്ചും ഇത്തരം പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ചില ആളുകളെ പ്രത്യേകം ഓർത്തു പോവുകയും അനുസ്മരിച്ചു പോവുകയും ചെയ്യുമല്ലോ. ഉപ്പയുടെ അസാന്നിധ്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവിടുന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് 5-6 മാസങ്ങളായി. അവിടുത്തെ പപ്പർ സ്വർഗത്തുപ്പാക്കി ഉമ്മയും വൈകാതെ അനുഗ്രഹിക്കുകയുണ്ടായി. ഈ മഹത്തായ സംരംഭങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാൻ അവർക്ക് തൗഫീഖ് നൽകിയിട്ട് അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ഇടം നൽകി ിലായി അള്ളാഹു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ.